നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ADMK നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുകയാണ്. മരണം കൊലപാതകമാണെന്ന് സംശയമുണ്ട്. സംസ്ഥാന പോലീസ് അന്വേഷണം തൃപ്തികരമല്ല എന്നീ ആവശ്യങ്ങളാണ് അപ്പീലിൽ ഉന്നയിച്ചിരിക്കുന്നത്. സമാന ആവശ്യം നേരത്തെ സിംഗിൾ ബെഞ്ച് തള്ളിയിരുന്നു. സിംഗിൾ ബെഞ്ച് തള്ളിയ സാഹചര്യത്തിലാണ് വീണ്ടും അപ്പീലുമായി ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയിരിക്കുന്നത്. വസ്തുതകൾ കാര്യമായി പരിശോധിക്കാതെയാണ് നേരത്തെ ഈ ഹർജി തള്ളിയതെന്നും തങ്ങൾക്ക് നീതി കിട്ടണമെങ്കിൽ CBI അന്വേഷണം വേണമെന്നും നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ അപ്പീലിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഹർജി ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കും. കൃത്യമായ അന്വേഷണം നടക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. നേരത്തെ ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ സിംഗിൾ ബെഞ്ച് കേന്ദ്ര ഏജൻസിക്ക് അന്വേഷണം കൈമാറണം എന്ന ആവശ്യം തള്ളുകയായിരുന്നു. ഈ വിധി തൃപ്തികരമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു അപ്പീൽ നൽകിയത്. മരണത്തിൽ തുടക്കം മുതലേ ദുരൂഹത ആരോപിച്ചിരുന്ന നവീൻ ബാബുവിന്റെ കുടുംബം മരണം കൊലപാതകമാണെന്ന സംശയം ഹർജിയിൽ ഉന്നയിച്ചിരുന്നു. പ്രതിയുടെ രാഷ്ട്രീയ സ്വാധീനം, ഇതാണ് ഇവർ പ്രധാനമായും പ്രതിക്കെതിരെ ആരോപിക്കുന്നത്. ഇത് കാരണം പോലീസ് ശരിയായ അന്വേഷണം നടത്തില്ല എന്നാണ് കുടുംബം പ്രധാനമായും ആരോപിക്കുന്നത്. തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിലെ രക്തക്കറ പോലീസ് അവഗണിച്ചു. ഇൻക്വസ്റ്റ് തിടുക്കത്തിൽ നടത്തി. ഇതെല്ലാം സംശയകരമാണ് എന്ന വാദം തുടക്കം മുതൽ കുടുംബം ഉന്നയിക്കുന്നുണ്ട്. കോടതി നിർദ്ദേശിച്ചാൽ അന്വേഷണം ഏറ്റെടുക്കാം എന്ന നിലപാടായിരുന്നു CBI ഈ വിഷയത്തിൽ വ്യക്തമാക്കിയത്. കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും CPM ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന PP ദിവ്യയാണ് ആത്മഹത്യാ പ്രേരണ കേസിലെ പ്രതി. പത്തനംതിട്ടയിലേക്ക് സ്ഥലമാറ്റം കിട്ടിയ നവീൻ ബാബുവിന്റെ യാത്രയപ്പ് യോഗത്തിൽ അദ്ദേഹത്തെ അഴിമതിക്കാരനായി ചിത്രീകരിച്ച് ദിവ്യ പ്രസംഗിച്ചിരുന്നു. പിറ്റേന്ന് ഒക്ടോബർ 15-ന് പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിലാണ് നവീൻ ബാബുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് ഈ PP ദിവ്യ അദ്ദേഹത്തിന്റെ യാത്രയപ്പ് ചടങ്ങിൽ ക്ഷണിക്കാതെ വന്നതും അദ്ദേഹത്തിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചതും അദ്ദേഹത്തെ മാനസികമായി തളർത്തി. അത് ആത്മഹത്യയിലേക്ക് നയിക്കപ്പെട്ടു എന്നീ ആരോപണങ്ങൾ ശക്തമായിരുന്നു. പക്ഷെ പിന്നീട് പല കാര്യങ്ങളും തെളിയിക്കപ്പെട്ടത്, പല കാര്യങ്ങളും ദുരൂഹത ഉണ്ടായതും ഇതൊരു കൊലപാതകമാണോ എന്നൊരു സംശയം കുടുംബത്തിന് ഉയരാൻ കാരണമായി. ഇതേ തുടർന്ന് ഇവർ CBI അന്വേഷണം ആവശ്യപ്പെടുകയുണ്ടായി. തുടക്കത്തിൽ തന്നെ പോലീസിന് നിരവധി വീഴ്ചകൾ ഈ കേസിൽ സംഭവിച്ചു എന്നതടക്കമുള്ള ആരോപണം കുടുംബം ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. പക്ഷേ ഹൈക്കോടതി ഈ വാദം CBI അന്വേഷണം ആവശ്യമില്ല എന്നൊരു നിഗമനത്തിൽ എത്തിയിരുന്നു. മാത്രമല്ല സർക്കാരും ഈ ഒരു വിഷയത്തിൽ സ്വീകരിച്ചത് ഇപ്പോൾ നടക്കുന്ന അന്വേഷണം നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്നും നിലവിലെ അന്വേഷണത്തിന് യാതൊരു പ്രശ്നവുമില്ല, CBI അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്നതടക്കമുള്ള നിലപാട് സർക്കാരും സ്വീകരിച്ചിരുന്നു. എന്നാൽ CBI കോടതി പറഞ്ഞാൽ അന്വേഷണം ഏറ്റെടുക്കാമെന്ന നിലപാടായിരുന്നു CBI ഈ വിഷയത്തിൽ സ്വീകരിച്ചത്. നേരത്തെ ഹർജി തള്ളിയത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചായിരുന്നു. കേസ് കണ്ണൂർ DIGയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കണം, പ്രത്യേക അന്വേഷണ സംഘം സുതാര്യമായ അന്വേഷണം നടത്തണം എന്നീ നിർദ്ദേശങ്ങൾ നൽകിയായിരുന്നു ഹൈക്കോടതി ഈ ഹർജി തള്ളുന്ന സാഹചര്യം ഉണ്ടായത്. മാത്രമല്ല ഹർജി തള്ളിയപ്പോൾ ഈ വിധി തൃപ്തികരമല്ലെന്നും അപ്പീൽ നൽകുമെന്നും മഞ്ജുഷ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതിന് പ്രകാരം ഇപ്പോൾ അവർ അപ്പീൽ നൽകിയിരിക്കുകയാണ്. നവീൻ ബാബുവിനെ കെട്ടിത്തൂക്കി കൊന്നതാണോ എന്ന സാധ്യത പരിശോധിച്ചില്ല. യാത്രയപ്പ് ചടങ്ങിന് ശേഷം ചിലർ നവീൻ ബാബുവിനെ കണ്ടു. മരണത്തിലേക്ക് നയിച്ച വസ്തുതകൾ പുറത്തു കൊണ്ടുവരാനായില്ല എന്നതടക്കമുള്ള ആശങ്കകളും കുടുംബം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കുടുംബം എത്തുന്നതിന് മുമ്പ് പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. ബന്ധുക്കളുടെ സാന്നിധ്യം അനിവാര്യമായിരുന്നു, എന്നാൽ അതുണ്ടായില്ല എന്നതടക്കമുള്ള വാദങ്ങൾ കുടുംബം വാദിച്ചതാണ്. കേസിൽ കാര്യക്ഷമമായ അന്വേഷണം നടക്കുമെന്ന് പ്രതീക്ഷയില്ലെന്നും നീതി കിട്ടാൻ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം അനിവാര്യമാണെന്നും CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ കുടുംബം ചൂണ്ടിക്കാണിച്ചു. എന്നാൽ നവീൻ ബാബുവിന്റേത് ആത്മഹത്യ തന്നെയാണെന്നും കേസിൽ CBI അന്വേഷണം ആവശ്യമില്ല എന്നും സംസ്ഥാന സർക്കാരും നിലപാട് സ്വീകരിച്ചിരുന്നു. നവീൻ ബാബുവിന്റെ കുടുംബത്തോട് 100% നീതി പുലർത്തുന്ന അന്വേഷണമാണ് നടക്കുന്നതെന്നും ഈ സാഹചര്യത്തിൽ കേസിൽ മറ്റൊരു ഏജൻസിയുടെ അന്വേഷണം ആവശ്യമില്ല എന്നുമായിരുന്നു സർക്കാർ നിലപാട് സ്വീകരിച്ചത്. എന്തായാലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം ശക്തമായി ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം മുന്നോട്ട് വന്നിരിക്കുകയാണ്. അവർ ഈ ഒരു ആവശ്യത്തിൽ നിന്ന് ഒട്ടും പിന്നോട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഡിവിഷൻ ബെഞ്ച് ഈ ഒരു ഹർജി പരിഗണിക്കുമ്പോൾ എന്ത് ഉത്തരവ് പുറപ്പെടുവിക്കുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.